അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ കീഴ്ശേരിയിൽ വെച്ച് തെറിയൂരി കുഞ്ഞമ്മേന്റെ തെറിപ്പാട്ട്, തന്തക്ക് വിളി, അവസാനം ദീനരോധനം, മറ്റൊന്നുമില്ല അവർക്ക് പറയാൻ. അവരുടെ വായ നാം സീല് വെച്ചു. അപ്പോൾ പിന്നെ തന്തക്ക് വിളിയല്ലാതെ മറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് തെറിയൂരി കുഞ്ഞമ്മദ് തൃശൂർ ജില്ലക്കാരനാണ്. തൃശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂരുള്ളത്, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടുള്ളത്. ആ പാട്ടും പഠിച്ചാണ് കീഴ്ശേരിയിലേക്ക് തെറിയൂരി കുഞ്ഞമ്മദ് എത്തിയിട്ടുള്ളത്. വീരാണ്ടി എന്ന് പറയുന്ന ഒരു കള്ളഹമുക്ക് ഇവരുടെ ഷെയ്ഖാണെന്നും പറഞ്ഞ് കൊണ്ടു നടന്നു. ഓന്റെ വീട്ടിൽ പോയി മൗലിദ് എന്ന പേരിൽ എന്തൊക്കെയോ കുറെ കാട്ടിക്കൂട്ടി. സമാധാനവരി വെള്ളിയാഴ്ച ജുമ പോലും ഒഴിവാക്കിയത് നാട്ടുകാരുണ്ട്. നാട്ടുകാരുണ്ടപ്പോ അവര് പറഞ്ഞ് ഇന്നലെ മൊയ്ലിയാരാന്ന് പറഞ്ഞ് അടക്കണ്ട, മൊയ്ലിയാറാന്ന് പറയാനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല, മൊയ്ലിയാറാന്ന് പറയണമെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിലോട്ടൊക്കെ ഒന്ന് പോണം, അതുകൊണ്ട് നിന്റെ തലയ്ക്കെട്ട് ഇനി വേണ്ടാന്നും പറഞ്ഞ് ഒരൊറ്റ തെറിപ്പിക്കല്. ആ തെറിപ്പിക്കലോടുകൂടി തലയ്ക്കെട്ട് റോട്ടുമ്മലും സമത് കമ്പിവേലിന്റെ അപ്പുറത്തുമായി. അവിടുന്ന് എഴുന്നേറ്റ് സമത് പറഞ്ഞ് കാപ്പാത്തുങ്കയ്യാ കാപ്പാത്തുങ്കോ, ഇനിമേൽ ആവർത്തിക്കൂല, കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോഴാണ് അവർ വെറുതെ വിട്ടത്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സാക്ഷികളെ കൊണ്ടുവരാമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പറഞ്ഞപ്പോ സമാധാനവര് ആകെ പേടിച്ച് വരണ്ടുപോയി. ഓന്റെ മോന്ത 2 ദിവസത്തേക്ക് കടന്നൽ കുത്തിയതുപോലെ ആയിരുന്നു. വല്ലാത്തൊരു വീർപ്പും വല്ലാത്തൊരു മുട്ടലും വോയിസിനൊക്കെ ഒരു പറയലൊക്കെ ആയിരുന്നു. അവസാനം ഓൻ പറഞ്ഞൊപ്പിച്ച് തലയ്ക്കെട്ട് അയച്ചിട്ടില്ല എന്നല്ല, എന്റെ തലയ്ക്കെട്ട് അയച്ചവര് മറ്റാരുമല്ല, അവര് കള്ളന്മാരാണ്, കള്ളസാക്ഷികളാണ്. ഇവൻ കണ്ടിട്ടുമില്ല ആരെയാണ് സാക്ഷികളായി കൊണ്ടുവരുന്നത്. അതിന്റെ മുമ്പ് തന്നെ അവരെ കള്ളന്മാരാക്കി. തലയ്ക്കെട്ട് അയച്ചവര് കള്ളന്മാരാണെന്നാ പറയുന്നത്. അയച്ചിട്ടുണ്ട് ഏതായാലും ഓണും സമ്മതിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവരെ എനിക്കൊന്ന് കാണണം, അങ്ങനെ സാക്ഷികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവാ എന്നല്ലേ പറയേണ്ടത്. അപ്പൊ പിന്നെ കള്ളന്മാരാണ്, കള്ളസാക്ഷികളാണ് എന്ന് പറഞ്ഞാല് സമതിന്റെ അടുത്ത് അവരെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇനി ഞങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവര് കള്ളന്മാരാണെന്ന് പറഞ്ഞ വാക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് സമത് തയ്യാറുമല്ല. സമതിനറിയാം ആ വാക്ക് പിൻവലിച്ചാൽ സാക്ഷികളെ കൊണ്ടുവരും, അപ്പൊ ഞാൻ വഷളാകും. എനിക്ക് റോട്ടുമ്മൽ ഇറങ്ങിയോ സ്റ്റേജുമ്മ കയറിയോ ഗീർവാണം പൊട്ടിക്കാൻ കഴിയൂല എന്ന ബോധ്യം സമതിനുള്ളത് കൊണ്ട് തന്നെ സമത് പതുക്ക തടിയൂരാനുള്ള ശ്രമമാണ്. കോമാട്ടിലാലിൽ അബ്ദുള്ള ആലമ്പതിനായിരം നിയന്ത്രിക്കുന്ന കോമാട്ടെ എന്നൊക്കെ പലതവണ വിളിച്ചു നോക്കി. പക്ഷേ കുഞ്ഞമ്മതുണ്ടോ വിടാൻ നോക്കുന്നു. കുഞ്ഞമ്മയിൽ എങ്ങനെങ്കിലും സമതൊന്ന് കുടുങ്ങി കിട്ടണം, എന്നാലേ ഓർക്ക് 2ാം സ്ഥാനം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സമതിനെ കുടിക്കാൻ തന്നെ കുഞ്ഞമ്മ തീരുമാനിച്ച്. പക്ഷേ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. സമത് വിട്ടാലും വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല തെറിയൂരി കുഞ്ഞമ്മ പറയുന്നത്. ഞെടോ, നിങ്ങള് തലേ കെട്ടിയിട്ട് പേരിന്റെ പുറകില് സഖാഫിയും അഹ്സനിയും ഒക്കെ വെച്ചിട്ട് മറ്റുള്ള അഹ്സനിമാരി സഖാഫികളൊക്കെ പറയിപ്പിക്കാൻ ഉളുപ്പില്ലാതെ ഇറങ്ങി തിരിച്ച ഇത്രയും നാണം കെട്ട ഈ വൃത്തികെട്ട ശൈലിയിൽ പച്ചപ്പൊള്ളു മാത്രം പറയാൻ വിധിക്കപ്പെട്ട വർഗമേ. തെറിയൂരി കുഞ്ഞമ്മദെ ഇത് പറയുമ്പോ മുമ്പിൽ ഒരു കണ്ണാടി വെക്കല് വേണ്ടിയതായിരുന്നു. അതാ ഞങ്ങളോട് ചോദിച്ചത്. ആ തലേ കെട്ടൂരിട്ട് തളപ്പ് കെട്ടിയിട്ട് തെങ്ങുമ്പ കേറലട അങ്ങക്ക് നല്ലത് അല്ലേ? തലയെക്കെട്ടൂരി തളപ്പ് കെട്ടി സമതിനെ തെങ്ങുമ്പ കയറ്റാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. എന്റെ ഞാനിത് ആവർത്തിക്കൂലോ എന്നും പറഞ്ഞ് നിലവിളിച്ച് കാല് പിടിച്ചോണ്ടാ ഓലെ ഒഴിവാക്കി. ആ തലയെക്കെട്ട് ഇങ്ങക്ക് യോജിച്ചതാ? യോജിക്കാത്തോണ്ടാ ചങ്ങായിയെ തലയെക്കെട്ട് അടിച്ചു തെറിപ്പിച്ച് സമതിന്റെ. ആയതുകൊണ്ട് ഇവിടെ സാക്ഷികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ മജീദ് കൊട്ടുക്കരക്കാരൻ, അതുപോലെ തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിച്ച വാളക്കുളത്തുകാരൻ, അതിന് സോഷ്യൽ മീഡിയകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ റാമൂളികളുണ്ടോ, സൈബർ ഗുണ്ടകളുണ്ടോ, എന്തെങ്ങളെ തൊണ്ടയിൽ ഉണ്ടയാണോ? ഉണ്ട കയറിയത് സമതിന്റെ തൊണ്ടയിലാ. അതുകൊണ്ടാണ് നീ ചലക്കുന്നത് പോലെ ഓൻ ചലക്കാത്ത്, നീ കാറുന്നത് പോലെ ഓൻ കാറാത്ത്. ഓനോട് ഇതുപോലെ ഒന്ന് കാറാൻ പറ, ഓനിക്ക് ധൈര്യമില്ല. പിന്നെ നീ ഒരു മോയന്താണെന്ന് നിന്റെ കൂട്ടത്തിലുള്ളവർക്കറിയാം. അപ്പോഴാ സമതിന്റെ തൊണ്ടയിൽ ഉണ്ട കയറിയതെന്ന് നിനക്കറിയോ കുഞ്ഞമ്മദെ? ഓനോട് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടത്തര സാക്ഷികളെ, പക്ഷേ അവര് കള്ളന്മാരാണെന്ന് അവരെ കാണുന്നതിന് മുമ്പ് നീ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പിൻവലിക്കണം.
കള്ളന്മാരാണെന്ന് പറയുന്നവരെ സാക്ഷികളായി കൊണ്ടുവരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. ആൺകുട്ടിയാണെങ്കിൽ സമദ് ഇന്ന് വരെ അതിന് തയ്യാറായിട്ടുണ്ടോ? ഇനി അവന്റെ മരണം വരെ തയ്യാറാവുമോ? തയ്യാറാകൂല. കാരണം അവനറിയാം അവർ കള്ളന്മാരല്ല, സാക്ഷികളായി നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സുന്നി പ്രവർത്തകർ ആൺകുട്ടികളെ പോലെ സാക്ഷികളുമായി വരുമെന്നവനറിയാം. കാരണം തെറിയൂരി കുഞ്ഞമ്മേന്റെ അത്ര മോന്തല്ല സമദ്. ആൺകുട്ടികളുണ്ടോ? ഞങ്ങൾ ഇവിടെ രാത്രി 10 മണി വരെ ഇവിടെയുണ്ട്, ഈ ഓഡിറ്റോറിയത്തിലുണ്ട്, കീശേരിയിലുണ്ട്. ഞങ്ങൾ അഹ്സനി ഉസ്താദിനെതിരെ, അൻവരി ഉസ്താദിനെതിരെ നിങ്ങൾ ആരോപിച്ച ആരോപണം തെളിയിക്കണം. അൻവരി ഉസ്താദിന്റെ തലപ്പാവ് വലിച്ചൂരിയെന്നും മാപ്പ് പറയിപ്പിച്ചു എന്നും അതിന് സാക്ഷികളായ സാക്ഷികളുണ്ട് എന്നും പറഞ്ഞ ആ സാക്ഷികളെ കൊണ്ടുവരാൻ ചങ്ങാതി, നിങ്ങൾ 3 അടുപ്പും കല്ലുകള് കായും മായും ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുന്നിടത്തൊക്കെ വരാനുള്ളതാ. ഞങ്ങൾക്ക് കുറച്ച് നിലവാരമൊക്കെ ഉള്ള കൂട്ടത്തിലാ. അല്ലാതെ നിന്നെ പോലെ തൃശ്ശൂർ ചന്തയിൽ പോയി കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടും പാടി നടക്കുന്നവരല്ല ഞങ്ങള്. അതുകൊണ്ട് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്നിടത്തല്ല. അതിനാൽ ഒരു പരിപാടി വെക്കാനാ നിങ്ങളോട് പറഞ്ഞത്. എന്തിന്? സാക്ഷികളെ കൊണ്ടുവരാൻ. അതിനാദ്യം ചെയ്യേണ്ടത് കള്ളസാക്ഷികളാണെന്ന് പറഞ്ഞ വാദം പിൻവലിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഡേറ്റ് അറിയിക്കൂ, ഞങ്ങളും ഡേറ്റ് അറിയിക്കാം. അതിനായി ഒരു പരിപാടി ഉണ്ടാക്ക്, നിലവാരമുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ പരിപാടി. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ആ പറഞ്ഞതിനുള്ള മറുപടി ഈ തെറിയൂർ കുഞ്ഞമ്മദ് പറയുന്നെന്ന് കേട്ടുവെക്കുക. അൻവരി ഉസ്താദിന്റെ തലപ്പാവ് വലിച്ചൂരിയെന്നും മാപ്പ് പറയിപ്പിച്ചു എന്നും അതിന് സാക്ഷികളായ സാക്ഷികളുണ്ട് എന്നും പറഞ്ഞ ആ സാക്ഷികളെ കൊണ്ടുവരാൻ ആണായി പിറന്നവരാണെങ്കിൽ, തറവാട്ടിൽ പിറന്നവരാണെങ്കിൽ, ആരാണടാ നിന്റെ പിതാവെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവിന് ജനിച്ച ആണായി പിറന്നവരാണെങ്കിൽ 10 മണി വരെ ഞങ്ങൾ ഇവിടെയുണ്ട്, കൊണ്ടുവരൂ നിങ്ങൾ. കേട്ടല്ലോ സഹോദരങ്ങളെ, സുന്നി പ്രവർത്തകർ കൊണ്ടുവരുന്നവർ കള്ളസാക്ഷികളാണ് എന്ന് പറഞ്ഞപ്പോ ആ വാദം പിൻവലിച്ചുകൊണ്ട് സാക്ഷികളെ ഹാജരാക്കാനുള്ള ഡേറ്റ് കാണണമെന്ന് പറഞ്ഞപ്പോ സമദ് മുങ്ങി. തെറിയൂർ കുഞ്ഞമ്മദ് തന്തയ്ക്ക് വിളിക്കുക. കുരുവട്ടൂരി സംസ്കാരമാണോ? അല്ല. നിന്റെ തറവാട്ടിലുള്ള സംസ്കാരമാണോ? കോമാട്ടിലാലിൽ അബ്ദുള്ളന്റെ സംസ്കാരമാണോ? നിന്റെ കുടുംബത്തിന്റെ സംസ്കാരമാണോ എന്ന് തെറിയൂർ കുഞ്ഞമ്മദ് വ്യക്തമാക്കേണ്ടതുണ്ട്. ധൈര്യമുണ്ടോ തെറിയൂർ കുഞ്ഞമ്മദ്? നീ എവിടെയാണ് വിളിക്കുന്നത്? അവിടെ വരാം. ഇതുപോലെ ഞങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്തക്ക് വിളിക്കാൻ ആണായി പറഞ്ഞവനാണോ നീ? അത് നീ തെളിയിക്ക്. ഒരിക്കലേ വിളിക്കുള്ളൂ. രണ്ടാമതൊരാളെ തന്തക്ക് വിളിക്കാൻ നിനക്ക് കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് തന്തക്ക് വിളിക്കലല്ല പരിഹാരം. തന്തക്ക് വിളിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും തെറിയൂർ കുഞ്ഞമ്മദ്, കോമാട്ടിജാലിൽ അബ്ദുള്ള, വട്ടൂരി നൗഷാദ്, സമദാനവാരി രക്ഷപ്പെടൂല. ഞങ്ങൾ കൊണ്ടുവരുന്ന സാക്ഷികൾ കള്ളന്മാരാണെന്ന് പറഞ്ഞ ആ വാചകം, ആ തോന്നിവാസം, ആ തെറി പിൻവലിക്കൂ. സ്പോട്ടിൽ ഞങ്ങൾ സാക്ഷികളെ എത്തിക്കാം. എന്നിട്ട് പറഞ്ഞ എന്താ? നമ്മള് കാത്തിരിക്കല്ലേ? എവിടെ കാത്തിരിക്കുന്നു ചങ്ങാതി? കാത്തിരിക്കാനുള്ള ആൺകുട്ടികളൊന്നും കുരുവട്ടൂരി വർഗത്തിൽ ഒരൊറ്റൊന്നുമില്ല. ഏതായാലും ഏറും മോറും ഒക്കെ നിറമാതിരി കീശേരിയിലേക്ക് തന്നെ വന്നോട്ടെ. നമ്മളിപ്പോ കീശേരിയിലുണ്ടല്ലോ. അത് ശരി. ഇനി കീശേരി വരുമ്പോഴേക്ക് ഇനി അടുപ്പും കല്ലും കൂട്ടിയിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടി പോകുന്നിടത്തൊക്കെ വരാനുള്ളവരാ ഞങ്ങള്. ഇതാണോ നിന്നോട് പറഞ്ഞത്? പോയി പണിയൊക്കെ എങ്ങായേ ഇനി പോകുന്നിടത്തൊക്കെ വരാനുള്ള ഞങ്ങള്. നീ ആര്? കൊണ്ടുവരൂ ആളുകളെ, പിൻവലിക്കൂ അവർ കള്ളന്മാരാണെന്ന വാദം. അപ്പൊ നോക്കുമ്പോ പറയണേ അത് ഞങ്ങള് സാക്ഷികളെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ തന്നെ ഞങ്ങള് പറഞ്ഞില്ലേ കള്ളസാക്ഷികളാണെന്ന്. അത് പിന്നെ പറയാതിരിക്കോ? കാരണം എന്താ? അൻവരി ഉസ്താദ് ചെയ്തു എന്നാണ് അൻവരി ഉസ്താദിനെ പറ്റി പറഞ്ഞത്. അൻവരി ഉസ്താദിന്റെ ജീവിതത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്ത വിഷയത്തിന് സാക്ഷികളെ കൊണ്ടുവരും എന്നറിയുമ്പോ പിന്നെ ആ സാക്ഷി സത്യസാക്ഷിയാണോ കള്ളസാക്ഷിയാണോ? അല്ല ചങ്ങാതി, കണ്ട ആൾക്കാര് സത്യസന്ധന്മാരാണെന്ന് ഓൻ പറയോ? നീ എന്ത് പൊട്ടനാ ചങ്ങായി? നീ എവിടെയാ ജനിച്ചത്? ഏത് തറവാട്ടിൽ ജനിച്ചോനാ നീ? അല്ല എനിക്കറിയാൻ ചോദിക്ക. അല്ല പൊട്ട, കള്ളന്മാരാരുടെ ചരിത്രത്തില് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സാക്ഷികൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയോ? എന്നിട്ട് അതും താങ്ങി നടക്കുക. ഇങ്ങൊക്കെ വലിയ വാലി പറയല്ലോ, ഞങ്ങൾ കേസ് കൊടുക്കും, കേസ് കൊടുക്കും, കേസ് കൊടുക്കും.
കുറെ കേസ് കൊടുക്കാൻ പോയിരുന്നല്ലോ, എന്നിട്ടൊന്നും കോടതി നിയമം പോലും പഠിച്ചിട്ടില്ല. ചങ്ങാതി പ്രതിയുടെ വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി നിയമം. പ്രതിയാണ് ആര്? സമദ്. ഓന്റെ വാദം അംഗീകരിക്കാൻ പറ്റൂല. കോടതി പോലും അംഗീകരിക്കാത്ത വാദമാണ് നിങ്ങൾ അംഗീകരിച്ച് നടക്കുന്ന ഉളുപ്പില്ലാത്തോലെ. അതുപോലും അറിയാത്ത കുറച്ച് കഴുതകളായി പോയല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങൾ കഴുതകളാവണമെന്നാണല്ലോ. പിന്നെ അങ്ങനെ വരുള്ളൂ. ഏത് അടുപ്പിനെ കഴിച്ച് നീച്ചു വരണേ? അതെന്നെ ചോദിക്കാനുള്ള ഏത് അടുപ്പും തന്നെയൊക്കെ വരുന്നത്? അടുപ്പും കല്ല് കൂട്ടാൻ മാത്രം പഠിച്ചാ പോരാ. അതുകൊണ്ടാ പറഞ്ഞ അങ്ങനത്തെ ഒരു കള്ളസാക്ഷി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മുമ്പിലേക്ക് വരട്ടെ. കള്ളന്മാരെങ്ങനെ സാക്ഷികളാവുക? സാക്ഷികൾ എങ്ങനെ കള്ളന്മാരാവുക? എന്ത് പൊട്ടത്തര ചങ്ങായി പറയുന്നത്? എന്ത് മോന്താ ഇത്? മുന്നിൽ വന്നൊന്ന് പറയട്ടെ. മുന്നിൽ വന്ന് എന്താ പറയണ്ടേ? ആദ്യം തന്നെ കള്ളന്മാരാന്ന് പറയാ, എന്നിട്ട് ആ കള്ളന്മാര് മുന്നിൽ വന്ന് പറയട്ടെ. പറയണ് അവരെ ഞങ്ങൾക്ക് കിട്ടൂല. കാരണം എന്താ? ഇത് പടായി പൊട്ടിച്ചു നോക്കിയതാ. കുഞ്ഞമ്മതെ, അവരെ നമുക്ക് കിട്ടൂലെന്ന് എന്നോട് ആരാ പറഞ്ഞ്? മജീദ് ഉസ്താദാ? CKM സഖാഫി ഉസ്താദാ? സുന്നി പ്രവർത്തകർ ആരെങ്കിലും ആണോ? ഒന്ന് സ്വകാര്യത്തിൽ എന്നോടൊന്ന് പറഞ്ഞു തരുമോ? ആരും കേൾക്കണ്ട, കമന്റ് എഴുതി വിട്ടാൽ മതി. നമുക്ക് ഓരോന്ന് ശരിയാക്കണം. നീ പറഞ്ഞു തരണേ എനിക്ക്. ഇപ്പൊ ഉളുപ്പില്ലാത്തവനെ, നീ നേരത്തെ പറഞ്ഞൊരു സംഗതി പറയാത്ത എന്താണെന്നറിയോ? അതില്ലാത്തവനാണ് നീ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് പറയാത്തത്. അങ്ങനെ അള്ളാടെ ദുനിയാവില് ആകാശമാകുന്ന മേൽക്കൂരക്ക് താഴെ ഭൂമിയാകുന്ന ഭവനത്തിൽ അങ്ങനെ പറഞ്ഞ വിഷയത്തിന് തെളിവായി സാക്ഷികളെ ഹാജരാക്കാൻ ഒരു സാക്ഷി നിങ്ങളെ കയ്യിൽ ഇല്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. അവർ കള്ളന്മാരാണെന്ന വാദം നിങ്ങൾ പിൻവലിക്കൂ. മാത്രല്ല, ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്താ മിണ്ടാത്തത്? നിങ്ങളുമായി 4-5 കൊല്ലം ഞാൻ ബന്ധമുണ്ട്, നിങ്ങളെ ഗ്രൂപ്പിൽ ഞാനുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. നിങ്ങളെ സ്വഭാവം എനിക്കറിയാം, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ എനിക്കറിയാം, നിങ്ങളുടെ സർവ്വ ചരിത്രങ്ങളും എനിക്കറിയാമെന്ന ബോധ്യം കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ എന്റെ വാക്കിന് നിങ്ങൾ മിണ്ടാതെ പോയത്. എന്താ ഞാൻ പറഞ്ഞത്? സമദ് മാത്രമല്ല, നൗഷാദും നിസ്കരിക്കാത്തവനാണ്. അതിനുള്ള തെളിവെന്റെ കയ്യിലുണ്ട്. കോഴിക്കോട് ടൗണിൽ ഒരു പരിപാടി വെക്കാൻ തയ്യാറുള്ള ആണായിപ്പറന്ന കുരുവട്ടൂരികളുണ്ടോ? നല്ല തറവാട്ടിൽ ജനിച്ച മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ കോഴിക്കോട് ഒരു പരിപാടി വെക്കൂ, തെളിവുമായി ഞാൻ വരാമെന്ന് പറഞ്ഞു. മിണ്ടിയോ നിങ്ങള്? ആ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.